ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇന്ന് ചപ്പാത്തി ടാക്കോ ആണ് ഉണ്ടാക്കിയത്. ഉച്ചയ്ക്ക് കഴിക്കാൻ പനീർ ബട്ടർ മസാലയും കോൺ ഫ്രൈഡ് റൈസും പിന്നെ അതുപോലെ സ്നാക്സ് ആയിട്ട് കപ്പലണ്ടിയും മുട്ടായിയും വെച്ചു. പനീർ ബട്ടർ മസാലയുടെ ഗ്രേവിക്കുള്ളത് ഞാൻ രാത്രിയിൽ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്നു. അതുപോലെ ചോറും വേവിച്ച് വെച്ചു. റൈസിൽ ചേർക്കാനുള്ള കോണും ആവിയിൽ വേവിച്ചിട്ട് ഒന്ന് ഇളക്കി. അതുപോലെ ക്യാരറ്റും ഒരു 2 അരിഞ്ഞു വെച്ചു. ഗ്രേവി അരച്ചെടുത്തത് രാവിലെയാണ്. പനീർ മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടി പനീർ ബട്ടറിലൊന്ന് മൊരിച്ചെടുത്തു. പനീർ ബട്ടർ മസാലയ്ക്കുള്ള മസാലകൾ ബട്ടറിൽ ഒരൽപ്പം വരട്ടിയതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തു. അതിൻ്റെയും പച്ചമണം മാറി കഴിഞ്ഞപ്പോൾ അരച്ച ഗ്രേവി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് കസൂരി മേത്തിയും ചേർത്തു. എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് പനീർ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ വിശദമായ വീഡിയോ ഞാൻ കുറച്ച് കഴിയുമ്പോൾ അപ്ലോഡ് ചെയ്യാം. ഏറ്റവും ഒടുവിൽ ഇതിലേക്ക് ക്രീം കൂടി ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാം. റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ബട്ടറിൽ കുറച്ച് വെളുത്തുള്ളി ഒന്ന് വഴറ്റണം. അതിലേക്ക് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് വാടി തുടങ്ങുമ്പോൾ കോണും ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിരുന്നു. കുറച്ച് ഒറിഗാനോയും കുറച്ച് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം. മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, അതല്ലെങ്കിൽ പാഴ്സലി ഉണ്ടെങ്കിൽ അതായാലും മതി. അതും ചേർത്തൊന്ന് വഴറ്റിയിട്ട് രാത്രിയിൽ വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചോറ് കൂടി ചേർത്ത് ഇളക്കിയെടുത്തു. റൈസ് റെഡിയായി. ടാക്കോ ഉണ്ടാക്കാൻ ഗോതമ്പ് പൊറോട്ടയാണ് ഞാൻ ഉണ്ടാക്കിയത്. അത് ചപ്പാത്തി മേക്കറിലാണ് റെഡിയാക്കിയത്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. കുറച്ച് ബട്ടർ ചൂടാക്കി ഒരു മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഉപ്പും ഒക്കെ കൂടി ചേർത്ത് ബീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രാമ്പിൾഡ് എഗ് പോലെയാക്കി. ഗോതമ്പ് പൊറോട്ടയിലേക്ക് കുറച്ച് തക്കാളി സോസ് പുരട്ടി ആ മുട്ടയും വെച്ചു കുറച്ച് ചീസും വെച്ചിട്ട് അടച്ചിട്ട് 2 വശവും നന്നായിട്ട് മുരിച്ചെടുത്തു. അങ്ങനെ ഇന്നത്തെ ഫുഡും റെഡിയായി.